മന്തക്കര ഗണപക്ഷേത്രത്തിന് വടക്ക് മാറി പുഴയ്ക്ക് പോകുന്ന വഴിയിൽ ആദ്യത്തെ ഇടതേ വീട്, അതായത് ഗേറ്റുള്ള ഇടതേ വീട്, ഒരു അലുമിനിയം പെയിൻ്റ് അടിച്ചിട്ട് നീക്ക് ഗേറ്റാണ്. നല്ല വീതിയുള്ള ഇതാണ്. ആദ്യം ഇവിടെ കാറ് കയറുന്നില്ലായിരുന്നു, ഇപ്പോൾ കാറ് കയറേണ്ട സൗകര്യം ഉണ്ടാക്കി, നീറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാം. കൂടാതെ ഇതിൽ 3 ബെഡ്റൂമുണ്ട്, വർക്ക് ഏരിയ, അടുക്കള, ഹാള്, 2 ബെഡ്റൂം, 2 ബാത്റൂം, പിന്നെ അപ്സ്റ്റെയറിൽ ഒരു ബാത്റൂമും ഒരു ട്യൂഷൻ പഠിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഹാളും അത്രേ ഉള്ളത്. മൊത്തം എത്ര സെന്റാണ് സ്ഥലം? 3 സെന്റും .10 കൂടെ വരും. 3.10. അതെ. ബെഡ്റൂം എല്ലാം എത്ര അളവ്? അതായത് 1400 സ്ക്വയർ ഫീറ്റ് വരും. വീട് എല്ലാം പക്ക, രേഖകളെല്ലാം പക്ക, എല്ലാം പക്കയാണ്. ചുറ്റുവട്ടം ടൈൽസാണ്. അതിൽ അപ്സ്റ്റെയറിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിലുള്ള ഗേറ്റ് വെച്ചിട്ടുണ്ട് എന്നൂടെ പറയാം. ഓരോ റൂമുകളും നമുക്ക് കാണാം. മലമ്പുഴ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമുണ്ട്. സുഖമായിട്ടുള്ള 3 ബെഡ്റൂമാണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് കിച്ചനാണ്. കിച്ചണിൽ അൽമാരികളും കബോർഡുകളും എല്ലാം തന്നെയുണ്ട്. ഓരോ ബെഡ്റൂമും വളരെ വിശാലമായ ബെഡ്റൂമാണ്. കബോർഡുകളുണ്ട്. നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. ഇത് പൂജാമുറിയാണ്. പൂജാമുറിയിൽ ഫർണിഷ് ചെയ്ത് നല്ല സൗകര്യങ്ങളുണ്ട്. ഇത് അടുത്ത ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡാണ്. സൗകര്യമുള്ള ഒരു ബാത്റൂമാണ്. ഇത് വാങ്ങുകയാണെങ്കിൽ ഫാമിലിയായിട്ട് താമസിക്കണമെങ്കിൽ അങ്ങനെ താമസിക്കാം. ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം. ഇതല്ലെങ്കിൽ ചെറിയ ആർക്കെങ്കിലും ഒരു ഹോസ്റ്റലായിട്ട് നടത്തണമെങ്കിൽ ഹോസ്റ്റലായിട്ട് നടത്താം. 3 ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂം ഉള്ളതുകൊണ്ട് ഒരു ബെഡ്റൂമിൽ 2 ആളോ 3 ആളോ ഡോർമെട്രിമാർ കിടക്കുകയാണെങ്കിൽ തന്നെ 3 ബെഡ്റൂമിൽ ഒരു 3 ആളെ വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ 9 ആളേനെ അവിടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ഹോളുണ്ട്, കിച്ചനുണ്ട്. ഇതിനൊക്കെ പുറമെ ഇതിൻ്റെ മുകളിൽ ഒരു ഹോളാണ് ഉള്ളത്. അവിടെ ഏകദേശം ഒരു 10-25 പേർക്കുള്ള ഒരു മീറ്റിംഗ് കൂടാൻ പറ്റിയിട്ടുള്ള ഒരു ഹോളൊക്കെ മുകളിലുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഇത് വിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ, വാടകയ്ക്ക് കൊടുക്കുന്നില്ല, വിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഇതാ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. മുകളിലെ സ്ഥലത്ത് നമുക്ക് കാണാം. മുകളിൽ അത്യാവശ്യം ഒരു മീറ്റിങ്ങുകളോ കാര്യങ്ങളോ ഒക്കെ ഏതെങ്കിലും ഒരു സംഘടനയുടെ മീറ്റിങ്ങോ ഒരു 25-30 പേര് ഇരുന്ന് മീറ്റിംഗ് കൂടാവുന്ന ഒരു സൗകര്യമാണ് ഇവിടെയുള്ളത്. നല്ലൊരു ലൊക്കേഷനാണ്. അതായത് കൽപ്പാത്തി മന്തക്കര ഗണപതി ക്ഷേത്രത്തിന് സമീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിൻ്റെ ഹൃദയഭാഗമാണ്. മുകളിലും ബാത്റൂമുണ്ട്. ഒരു മീറ്റിംഗ് കൂടുകയാണെങ്കിൽ അവിടെ ബാത്റൂമിൽ പോകണമെങ്കിൽ ബാത്റൂമുള്ള സൗകര്യമുണ്ട്. ഇതാണ് ഹോള്. ഒരു 25 ആൾക്ക് സുഖമായി ഇവിടെ മീറ്റിംഗ് കൂടാം. ഇനിയിപ്പോൾ വല്ല ബർത്ത്ഡേ പാർട്ടിയോ വെഡ്ഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങോ ഒക്കെ കൂടണമെങ്കിൽ ഈ ഹോള് വളരെ ഉപകാരമാണ്. ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. അതിന് പുറമെ ഇവിടെ സുഖമായിട്ട് മലമ്പുഴ വെള്ളമുണ്ട്. ആ ടാങ്കും കൂടി ഞാൻ കാണിച്ചു തരാം. സുഖമായിട്ട് ഒരു നല്ലൊരു സ്ഥലമാണ്. ഇതാണ് മലമ്പുഴ വെള്ളം വരുന്ന. ഇത് ഫുൾ വെള്ളം എപ്പോഴും മലമ്പുഴ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വരുന്നതാണ്. ഈ ടാങ്കിനൊരു മൂടി ഇടണം, ഇല്ലെങ്കിൽ നമ്മളിത് കുടിക്കാൻ പറ്റില്ല. കാരണം ഇതിൽ എന്തെങ്കിലും പൊടിപടലങ്ങളോ എന്തെങ്കിലുമൊക്കെ വീഴുമല്ലോ. എന്തായാലും ആവശ്യക്കാർ എത്രയും വേഗം ബന്ധപ്പെടുക. നല്ലൊരു എമൗണ്ട്.